കൃഷ്ണ. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് യുദ്ധക്കളത്തിലെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണത്തിന്റെ ആ അധ്യായത്തിന്റെ ഒന്നാമത്തെ ശ്ലോകമാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ അല്ലെ സമവേദ യുത്സവ മാമകഃ പാണ്ഡവശ്ചൈവ കിം അപൂർവത സഞ്ജയ. അപ്പൊ നമ്മളതിലെ പ്രധാന വാക്ക് ഒരെണ്ണം പറഞ്ഞതാണ് മാമകഃ അല്ലെ, എന്റെ മക്കളും. ആ വേർതിരിവ് കാണിച്ചു. പിന്നെ കിം അപൂർവത, കിം എന്ത് സംഭവിച്ചു, അതിന്റെ ആ ഭാവം നമ്മൾ പറഞ്ഞു. എന്ത് സംഭവിച്ചു അങ്ങനെയല്ല, എന്ത് സംഭവിച്ചു, പരിഭ്രമമുണ്ട്. അപ്പൊ അവിടെ മെയിൻ ആയിട്ടുള്ള ഫാക്ട് എന്തായിരുന്നു? ഭയമായിരുന്നു അല്ലെ. ആ ഭയത്തിന് കാരണം നമ്മൾ പറഞ്ഞു. കാരണം ധൃതരാഷ്ട്രർക്ക് എല്ലാം അറിയായിരുന്നു. കാരണം നമ്മൾ സ്വന്തം പുത്രന്മാരുടെ കയ്യിൽ അധർമ്മമുണ്ടെന്നും പാണ്ഡവ പക്ഷത്ത് ധർമ്മമുണ്ടെന്നും അവർ യുദ്ധം ചെയ്യുന്നത് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിലാണെന്നും വളരെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഉള്ളിൽ എന്തുണ്ടാവും? ഭയം ഉണ്ടാവും അല്ലേ. അപ്പൊ ആ ഭയം, അപ്പോൾ ധൃതരാഷ്ട്ര അന്ധനാണ്, പക്ഷെ ഫിസിക്കലി മെറ്റീരിയലി സ്പിരിച്വലി ബ്ലൈൻഡ് ആണ്. കാരണം പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ഈ അന്ധമായ ഈ പുത്രസ്നേഹം കൊണ്ട് ഒരു രീതിയിലും മാറാൻ തയ്യാറ്. പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പൊ നമുക്കൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ അപ്ലൈ ചെയ്യണം. അതാണ് ജ്ഞാനവും വിജ്ഞാനവും എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോളജാണ്. വിജ്ഞാനം എന്താ? അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് വിജ്ഞാനമായി. അപ്പൊ നമ്മളൊരു കാര്യം കിട്ടിയിട്ട് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് ഇരുന്നിട്ട് അത് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ ഭഗവത്ഗീതയുടെ വളരെ കാര്യങ്ങൾ പഠിച്ചു, ഫിലോസഫി പഠിച്ചു, അതിനകത്ത് ഭഗവത് സ്നേഹമുണ്ട്, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ വീണ്ടും റൂഡായിട്ടും അല്ലെങ്കിൽ ഇതൊന്നും അപ്ലൈ ചെയ്യാണ്ട് പോകുന്നെങ്കിൽ കാര്യമില്ല. നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ ധൃതരാഷ്ട്രർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ധൃതരാഷ്ട്രയിൽ എന്ന് വെച്ചാൽ, ഈ കൃഷ്ണന്റെ കൂടെ ജീവിച്ചിട്ട് പോലും ധൃതരാഷ്ട്രർക്ക് തിരുത്താനായില്ല സ്വന്തമായിട്ട് അല്ലേ. കേൾക്കണ്ടോ? പുറകിൽ ഇങ്ങോട്ടിരിക്കാട്ടോ, ഒരു ചെയർ വേണമെങ്കിൽ പഠിക്കും. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ ഒന്നാമത്തെ അധ്യായത്തിലെ 2, 3, 4, 5 ഇന്നത്തെ ടാർജറ്റ്. എന്താ വെച്ചാൽ അതൊരു സെറ്റാണ്. അപ്പോൾ നമ്മൾ 1 തുടങ്ങി, 2 തുടങ്ങി നമ്മൾ മിക്കവാറും നിർത്താൻ സാധ്യത 4 കഴിഞ്ഞ് നമുക്ക് 5 വരെ, 4 വരെ മതി. ആ 6 വരെ പോകും. 2, 3, 4, 5 4 ശ്ലോകം നമ്മൾ ഇന്ന് കവർ ചെയ്യും. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ശ്ലോകവും. അതിൽ നമുക്ക് നോക്കാം. അപ്പൊ തുടങ്ങാം. ഞാൻ ആദ്യം വായിക്കാം. 3 പ്രാവശ്യമായിട്ട് കൊള്ളണം. പിന്നെ എല്ലാവരും ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് ഇല്ല, അല്ലെങ്കിൽ റാൻഡം ആയിട്ട് കുറച്ച് പേര് മാത്രം ചൊല്ലിയായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഏറ്റുവരണം. ആദ്യം നമ്മൾ ശ്ലോകം 2 ചൊല്ലുക, പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് 3, 4, 5 അങ്ങനെ പോകും. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 1 കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം, ശ്ലോകം 2. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. എല്ലാവരും വായിക്കാം. എന്നാ ഒന്നിച്ച് വായിച്ചോ. ആ വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ.
ഇനി ഞാൻ വേർഡ് മീനിങ് വായിക്കാം. സഞ്ജയ് ഉവാച, സഞ്ജയൻ പറഞ്ഞു, തഥാ അപ്പോൾ രാജാവായ ദുര്യോധനൻ വ്യൂഹീകരിച്ച പാണ്ഡവാനീകം പാണ്ഡവരുടെ സൈന്യത്തെ ദൃഷ്ടാതു കണ്ടിട്ട് ആചാര്യ ഉപസംഗമ്യ ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് വചനം ഇപ്രകാരമുള്ള വാക്ക് അബ്രവീത് പറഞ്ഞു. വിവർത്തനം വൈശ്രീല പ്രഭുപ, ജയശ്രീല പ്രഭുപ. വിവർത്തനം പറയുന്നു, സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. ശ്ലോകം കഴിഞ്ഞു അല്ലെ? അപ്പോ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആദ്യത്തെ ഉത്തരം പറയുന്നു സഞ്ജയൻ. അപ്പോ എന്താണ് ഒന്നാമത്തെ ചോദ്യത്തിൽ സഞ്ജയന് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, സഞ്ജയന് ഈ ധൃതരാഷ്ട്രം എടുത്ത് ചെന്നപ്പോ തന്നെ ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലായി. എന്താണ് ആ ഭയം മനസ്സിലായി, അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ആ പ്രശ്നം മനസ്സിലായപ്പോൾ സഞ്ജയന് മനസ്സിലായി ഏത് ആംഗിളിൽ വേണം ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ. കാരണം അവിടെ പരിഭ്രമിച്ചിരിക്കുകയാണ്, എന്താ അവിടെ സംഭവിച്ചു, എന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയോ, 10 ദിവസമായി വിവരമൊന്നും അറിയണില്ല എന്നുള്ള മറ്റുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അത് കണക്കാക്കി തന്നെ തുടക്കത്തിൽ നമ്മൾ ഒരാളോട് നമ്മൾ പറയില്ല, ഇപ്പൊ ഒരാൾ വളരെ ഇതായിട്ടിരിക്കും, നമ്മൾ അയാളോട് വളരെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ പതുക്കെ ക്രമേണ അല്ലെ, സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് അറിയിക്കാം. അതുപോലെ ചെന്നിട്ട് ആദ്യം ആ അവസ്ഥ മനസ്സിലായി എന്താന്ന്. അപ്പൊ അതുകൊണ്ട് അതേപോലെ തന്നെ വളരെ ലളിതമായിട്ടുള്ളൊരു ഉത്തരത്തിലൂടെയാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോ സഞ്ജയൻ പറയുകയാണ്, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇതിനകത്ത് ഭാവാർത്ഥത്തിൽ വായിച്ചു കഴിഞ്ഞാൽ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനനൻ മുതൽക്കേ അന്ധനായിരുന്നു ധൃതരാഷ്ട്രം. നമുക്കറിയാം, നമ്മളിത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അപ്പൊ നിർഭാഗ്യവശാൽ ആധ്യാത്മിക വീക്ഷണവും അദ്ദേഹത്തിന് ഇല്ല. ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കളും തന്നെ അന്ധരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിന്റെ ഒരു ഭാഗം നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. അതായത് ധൃതരാഷ്ട്രന്റെ ആ ഒരു ഉദ്വേഗത്തിന് കാരണം എന്താന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞു തന്നെ, അതായത് ഈ ഒരു ഭയം, അധർമ്മം സ്വന്തം പുത്രന്മാരുടെ കയ്യിലുള്ളത് കൊണ്ട് അവർക്ക് അവിടെ ഒരു പ്രതികൂല സാഹചര്യം വരാനും അവരിനി അത് വേണ്ടാന്ന് വെച്ചിട്ട് അവരിനി അവിടുന്ന് രാജ്യം വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ചു വരുവെങ്ങാനും ചെയ്യുന്ന ഒരു സാഹചര്യമാണോ അവിടെ എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ധൃതരാഷ്ട്രർക്ക് വേണ്ടത് എന്താണ്? അവര് യുദ്ധം ചെയ്യണം, മക്കളെ യുദ്ധം ചെയ്യണം, രാജ്യം പിടിച്ചടക്കണം, പാണ്ഡവരെ എല്ലാം കൊല്ലണം. അത് തന്നെയാണ് ധൃതരാഷ്ട്രയുടെ ആഗ്രഹം. അപ്പൊ ആ ഒരു ആഗ്രഹം കൊണ്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോ ഇവിടെ സഞ്ജയൻ മറുപടി കൊടുക്കുകയാണ്, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രരായ സജ്ജമായി സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ്, ഇവിടെ രാജാവചനം അബ്രവീത്, രാജ എന്ന് പറയുന്നുണ്ട്. ദുര്യോധന രാജാവ്, അത് ആരെ സൂചിപ്പിക്കുന്നതാണെന്ന് അറിയും? അത് ധൃതരാഷ്ട്രക്ക് ഒന്ന് സന്തോഷമാക്കുകയാണ്. രാജാവായ ദുര്യോധന മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് നമ്മള് മനസ്സിലാക്കേണ്ടത് വെച്ചാല്, ഈ ദുര്യോധനൻ ഒരു എല്ലാവർക്കും നല്ല ഗുണങ്ങൾ ഉള്ള കാര്യം കഴിഞ്ഞ ദിവസം ചേട്ടൻ എന്താ ദുര്യോധനും നല്ല ഗുണങ്ങളുണ്ടെന്ന്. അതുപോലെ ദുര്യോധനൻ അറിയപ്പെടുന്നത് രാജനീതിയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ദുര്യോധന രാജനീതിയുണ്ട്. ദുര്യോധനൻ നന്നായിട്ട് രാജ്യമൊക്കെ ഭരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ അദ്ദേഹത്തിനെ ഒരു വില്ലൻ ഇതായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? ഈ പാണ്ഡവരുമായിട്ട്. പക്ഷെ ദുര്യോധനനും കാരണം ഇവരെല്ലാവരും ഇപ്പൊ ആയുധകലയാണെങ്കിലും ഇവരെല്ലാം അഭ്യസിച്ചിരിക്കുന്നതും രാജതന്ത്രങ്ങളൊക്കെ അഭ്യസിച്ചിരിക്കുന്നത് ഭീഷ്മരുടെ കയ്യിൽ നിന്നും ദ്രോണരുടെ കയ്യിൽ നിന്നും 2 പേരും അല്ലെ. പക്ഷെ സാഹചര്യം കൊണ്ടാണ് ഇവർ 2 വിഭാഗമായിട്ട് മാറി നിൽക്കുന്നത്. പക്ഷെ ദുര്യോധനൻ രാജ്യഭരണത്തില് രാജതന്ത്രജ്ഞനാണ്. അപ്പോ രാജനീതിയിൽ അദ്ദേഹത്തിന് വളരെയധികം പ്രാഗൽഭ്യമുണ്ട്. അതുപോലെ തന്നെ ആരോട് എങ്ങനെ, എപ്പോ, എവിടെ, എങ്ങനെ സംസാരിക്കണമെന്ന് വളരെ നന്നായിട്ട് ദുര്യോധന അറിയുകയും ചെയ്യാം. അറിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അറിയുകയും ചെയ്യാം. അപ്പോൾ അത് ഒരു കാരണമാണ്. ഇനി ഇപ്പോ ഈ സംസാരിക്കാൻ പോവുകയാണ്. പക്ഷെ ദുര്യോധനന്റെ സ്ഥിതി അവിടെ എന്താണെന്നറിയൂ? ഇപ്പോ അദ്ദേഹം പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് എന്ന് സഞ്ജയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാണ്ഡുപുത്രന്മാർ പാണ്ഡവരെ ഒരു സൈന്യത്തെ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ദുര്യോധനെ കണ്ടിട്ട് ദുര്യോധനൻ മഹാരാജാവ് ആചാര്യന്റെ മുന്നിൽ ചെന്ന്, ആചാര്യനാരാണ്? ദുര്യോധനന്റെ ആചാര്യനാരാണ്? ദ്രോണാചാര്യനാണ്. ദ്രോണാചാര്യത്തിന് ആദ്യം പോകും. അപ്പോ അവിടുത്തെ സിറ്റുവേഷൻ വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ പാണ്ഡവ സൈന്യം, ഇവിടുത്തെ കൗരവ സൈന്യം, അവിടെ ദൃഷ്ടദ്യുമ്നന്റെ ടീമുണ്ട്, പിന്നെ മുമ്പിൽ കുറെ ഉണ്ട്, മഹാരഥന്മാര് കുറെ പേരുണ്ട്. ഇവിടെ ഇവരുടെ ടീമുണ്ട്, ഭീഷ്മര്, ദ്രോണര്, ദുര്യോധനൻ, ഇവരെല്ലാരും ഉണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ ഈ ഒരു സൈന്യത്തെ കണ്ടിട്ട്
അദ്ദേഹം ഇങ്ങനെ കുതിരപ്പുറത്താണെങ്കിൽ കുതിരപ്പുറത്ത് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ നേരെ ദ്രോണാചാര്യന്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാല് ഈ ദുര്യോധനനും ഉള്ളിൽ ഭയമുണ്ട്. ദുര്യോധനനും ഉള്ളിൽ ഭയം. കാരണം എന്തുകൊണ്ടാണ്? ഈ അച്ഛന്റെ ചിന്താഗതി തന്നെ ദുര്യോധനുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അവരിത്രയും ശക്തിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ദുര്യോധനന് വളരെയധികം പേടിയുള്ളൊരു കഥാപാത്രം അപ്പുറത്തുണ്ട്. അപ്പോ ആരാണെന്നറിയോ? കൃഷ്ണന് അത്ര പേടിയില്ല. വേറൊരാളുണ്ട്, അർജുനനെ അല്ല ദുര്യോധനന് പേടി, ഭീമനെയാണ്. കാരണം പല പ്രതിജ്ഞകളുണ്ട് അല്ലെ നമ്മൾ പറയാം. അതെ. അപ്പോ ഇവിടെ ഈ ഒരു ശ്ലോകത്തിനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഭയമാണ് ഇതിന്റെ തീം. ഭയം തന്നെയാണ് ഇവിടെ ഓടുന്നത്. അപ്പോ ഇവിടെ സഞ്ജയൻ ആ പറഞ്ഞു തുടങ്ങുന്നത് അതേ തീം തന്നെയാണ്. എന്താണോ ആ ഭാവം അവിടെ ഉണ്ടായിരുന്നത് അതേ തീമിനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ദുര്യോധന ഇങ്ങനെ പറയുന്നു. അപ്പോ ഈ ഭയം നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഭയം എന്തുകൊണ്ടാണ് വരുന്നത്? തോക്കും എന്നുള്ളത് കൊണ്ട് ഒരു ഭയം വരുന്നു. സത്യമാണ്, തോക്കും എന്നുള്ളത് തെറ്റ് ചെയ്തത് കൊണ്ടാണ് ശരിക്കും. അപ്പൊ നമുക്കൊരു ഭയം വരുന്നത് എപ്പോഴും നമ്മൾ മിസ്റ്റേക്സ് ചെയ്യുമ്പോഴാണ് ഭയം വരുന്നത്. ആ മിസ്റ്റേക്സ് നമ്മൾ അറിയാതെ ചെയ്താൽ നമുക്ക് ഭയം വരുമോ? ഇല്ല, നമ്മൾ അറിയുന്നില്ല മിസ്റ്റേക്സ്. പക്ഷെ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തിട്ട് നമ്മളൊരു മിസ്റ്റേക്കാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കി നമ്മൾ പശ്ചാത്തപിക്കാതെ റിഗ്രറ്റ് ചെയ്യാതെ മാപ്പ് പറയാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു സിറ്റുവേഷൻ, ചിലപ്പോൾ അപ്പം അത് അവിടെ ഇരിക്കും, പക്ഷേ ഒരു സാഹചര്യത്തിൽ ഇതൊരു വലിയ ഭയമായിട്ട് തിരിച്ചു വരും. ആ ഒരു തിരിച്ചറിവാണ് നമ്മൾ ഈ 2 ശ്ലോകത്തിൽ പറയുമ്പോൾ ഒന്നുമില്ല, പക്ഷെ ആ 2 ശ്ലോകത്തിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ ആ തെറ്റ് ചെയ്തത് മനസ്സിലാക്കിയിട്ട് തിരുത്താനുള്ള സാഹചര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് വളർന്ന് ഒരു വലിയ ഭയമായിട്ട് നമ്മുടെ ഉള്ളിൽ വരും. ആ ഭയം നമ്മളെ തകർക്കുകയും ചെയ്യും. അത് നമ്മൾ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. തകർന്നു 100 മക്കളെയും ധൃതരാഷ്ട്രർക്ക് നഷ്ടപ്പെടും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഭയം ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം? ഭയം ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് തെറ്റുകൾ ചെയ്യാൻ പാടില്ല. പക്ഷെ മനുഷ്യ സഹജമാണ്, തെറ്റുകൾ നമ്മൾ ചെയ്തു പോകും. അപ്പൊ അത് നമുക്കിപ്പോ നമ്മൾ ജനിച്ചപ്പോൾ അല്ലെ ഞാൻ ഇന്ന് വരെ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇനി വരും, അത് പറ്റില്ല. ചിലപ്പോൾ പലതൊക്കെ ചെയ്തു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ ആരുണ്ട് നമ്മുടെ കൂടെ? ഭഗവാനുണ്ട്, കൃഷ്ണനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഭഗവാന് സറണ്ടർ ചെയ്യുക. നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുക. എപ്പോഴും കൃഷ്ണനെ കൂടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. അപ്പോൾ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ സാധിക്കും. അപ്പോ ഒരു സംശയം ചോദിക്കാം, ഈ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നില്ല അവരുടെയൊക്കെ കൂടെ, എന്നിട്ട് എന്താ ഇവര് കുറച്ചുപേര് തെറ്റ് ചെയ്തു, കുറച്ചുപേര് തെറ്റ് ചെയ്തില്ല, അങ്ങനെയൊക്കെ വന്നില്ലേ? ഇല്ലേ? ഇപ്പൊ നമ്മൾ കണ്ടു, അത് വായിച്ചിട്ടുണ്ടാവും പലതിലൊക്കെ. ഇപ്പൊ ഇവര് തന്നെ ചൂത് കളിച്ചു അല്ലെ. അതൊരു ചൂത് കളിക്കാൻ പാടില്ല അല്ലെ. ശരിക്കും ചൂത് കളി എന്ന് പറയുന്നത് നമുക്ക് നിഷിദ്ധമായ ഒരു കാര്യമാണ്. ഈ ചൂത് കളി ഗാംബ്ലിംഗ് ആണ്. ഈ ഗാംബ്ലിംഗ് ചെയ്തില്ലേ? പാണ്ഡവര് ചെയ്തല്ലോ. അപ്പൊ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഉദ്ധവര് ചോദിക്കുന്നുണ്ടോ? ഉദ്ധവഗീതയില് ഉദ്ധവരെന്ന് വെച്ചാല് കൃഷ്ണന്റെ പോലെ ഇരിക്കും. കൃഷ്ണൻ കാർമുകിൽ വർണ്ണനാണെങ്കിൽ അത് അതേ രൂപം അതേ ഛായ അല്ല, പക്ഷെ വൈറ്റ് ഗോൾഡൻ കളർ പോലെ ഇരിക്കും. അതാണ് ഉദ്ധവരുടെ രൂപം. അപ്പൊ ഉദ്ധവര് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ. ഉദ്ധവരാണ് കൃഷ്ണൻ ഇങ്ങനെ കൃഷ്ണന്റെ അവതാര ഉദ്ദേശം കഴിഞ്ഞ് അമ്പൊക്കെ കാലി കൊണ്ടുവന്ന് മടങ്ങുന്ന സമയത്ത് ഉദ്ധവരുണ്ട് കൂടെ. അപ്പൊ ഉദ്ധവര് ചോദിക്കുന്നുണ്ട് ഭഗവാൻ പോകുമ്പോ പല ചോദ്യങ്ങളുണ്ട്. അത് ഇങ്ങനെ ഓരോ സാഹചര്യത്തിൽ പറയാം. അപ്പൊ അതിനകത്ത് ഉദ്ധവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഭഗവാനെ ഈ ഇവര് ഇങ്ങനെ ഒരു ചൂതുകളിയൊക്കെ നടത്തി ഇവര് നാശത്തിലേക്ക് പോവുകയാണെന്ന് അങ്ങക്ക് അറിയാലോ. അപ്പൊ ഇത് അറിഞ്ഞിട്ട് പോലും അവരുടെ കൂടെ ഇത്രയും കൂടെ നിന്നിട്ടും അങ്ങ് എന്തുകൊണ്ട് അങ്ങോട്ട് ചെന്നില്ല? അപ്പൊ പറഞ്ഞു വെച്ചാല് അതിന്റെ കാരണം എന്താ വെച്ചാൽ, അപ്പൊ നമ്മൾ ഇന്നാള് രംജിച്ച് ചോദിച്ച പോലെ ഈ ഭഗവാൻ ഇതെല്ലാം കണ്ടിട്ടും ഇങ്ങനെ തിന്മകളെ എന്തിനാ വളരാൻ അനുവദിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഈ ജീവസത്തകൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ മനുഷ്യന്, എല്ലാ ജീവസത്തകൾക്കും എന്തുണ്ട്? ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എവിടെ നിന്ന് വന്നു? ബിക്കോസ് ഓഫ് നമ്മുടെ എനർജി. ഭഗവാന്റെ ഒരു എനർജി, ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് അല്ലെ. ഈ ആത്മാവിനുള്ള എനർജി എന്ന് പറഞ്ഞാൽ തടസ്ഥ ശക്തിയാണ്. അതായത് ഇറ്റ്സ് മാർജിനൽ എനർജി. ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, സച്ചിദാനന്ദ വിഗ്രഹം. അപ്പൊ സത്ത് ചിത്ത് ആനന്ദമാണ് ഭഗവാൻ. സത്ത് എന്ന് വെച്ചാൽ എറ്റേണൽ എനർജി, എറ്റേണൽ, ശാശ്വതം, ഒരിക്കലും നശിക്കുന്നില്ല. അതിന് ആദ്യം അന്തമൊന്നുമില്ല. ചിത്ത് എന്ന് പറഞ്ഞാൽ നോളജ് ആണ്. ആനന്ദം എന്ന് വെച്ചാൽ പരമാനന്ദം. ഇതിന്റെ ഒരു രൂപമാണ് ഭഗവാൻ. ഇതിന്റെ ഒരു അംശമാണ് നമ്മൾ. അപ്പൊ ഈ നമ്മള് ഉള്ളിലെ ഈ ഒരു ശക്തി, ഒരു എനർജി ഭഗവാൻ ഇത്രയും ടോപ്പ് മോസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ എനർജിക്ക് ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളൊരു അടിമയല്ല.
നമുക്കൊരു ഫ്രീഡം ഉണ്ട്, ഒരു ഫ്രീ വിൽ തന്നിട്ടുണ്ട് ഭഗവാൻ. അത് ഭഗവാൻ തന്നെ ശ്ലോകത്തിൽ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാൻ ആ ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഒരു ഫ്രീ വിൽ ഉള്ളത് കൊണ്ട് ഭഗവാൻ കയറി വന്ന് ഇടപെടില്ല. ബിക്കോസ് നമ്മൾക്ക് നമ്മളുടേതായ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവബോധം തന്നിട്ടുണ്ട്. പക്ഷെ വേറൊരു ജീവിക്കെടുത്ത് അതില്ല. പക്ഷെ നമ്മൾക്ക് ആ അവബോധം തന്നിട്ടുണ്ട്, അതറിയാനുള്ള സാഹചര്യവും തന്നിട്ടുണ്ട്. സാഹചര്യങ്ങളിലൂടെ എല്ലാവരും കടന്നു പോകും നമ്മുടെ ഈ ലൈഫിൽ. കടന്നു പോകാത്തവരെന്താന്ന് വെച്ചാൽ അത്രയും ലോ ബർത്ത് വരുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഭഗവത്ഗീത പഠിക്കാനും ഭഗവാന്റെ മെസ്സേജസ് മനസ്സിലാക്കുന്ന സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ യെസ്, വി ആർ സംവെയർ അപ്ലിഫ്റ്റഡ്. നമ്മൾ കുറച്ച് എലിവേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിത് കിട്ടിയത്. ചിലപ്പം ചില ആൾക്കാർ നമ്മളിപ്പോ ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് ഭഗവത്ഗീത എന്താന്ന് പോലും മനസ്സിലാവില്ല, അതിനൊരു സാഹചര്യം പോലും കിട്ടില്ല. അതും ഭഗവാൻ പറയുന്നുണ്ട്. ഇങ്ങനെ തിന്മ ചെയ്ത് അവര് വന്നു കഴിഞ്ഞാൽ അവര് ഡീപ്പായിട്ടുള്ള തമോഗുണത്തിൽ ഡീപ്പായിട്ടുള്ള നരകത്തിലായിരിക്കും, അടുത്തൊന്നും പൊങ്ങി വരാൻ പോകുന്നില്ല. അപ്പൊ ഈ 84 ലക്ഷം തരം ജീവജാലത്തിലൂടെ നമ്മളുടെ ഈ ജീവാത്മാവ് കടന്ന് സഞ്ചരിക്കുമ്പോൾ മനുഷ്യരൂപം കിട്ടണമെങ്കിൽ നമ്മൾക്ക് വളരെ റെയർ ആയിട്ടുള്ള ഒരു ചാൻസ് ആണ്. ആ ചാൻസിൽ തന്നെ നമ്മൾക്ക് സാഹചര്യം കൂടി ഒത്തുവരണം. ചിലപ്പോൾ നമ്മൾ ഒരു മനുഷ്യനായി പിറന്നിട്ട് ഒരു രീതിയിലും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തൊരു ഫാമിലിയിലും ഒരു സമൂഹത്തിലുമാണ് നമ്മൾ ചെന്നപ്പെടുന്നെങ്കിൽ എന്ത് പറ്റും? ചാൻസ് കിട്ടില്ല. സോ കിട്ടിയ ചാൻസ് മനസ്സിലാക്കുക, ഭഗവാനോട് നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ചാൻസിൽ നമ്മൾ എത്രത്തോളം കൃഷ്ണനോട് അടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചെയ്തിട്ടുള്ള എന്തെല്ലാം മിസ്റ്റേക്സ്, ഈ മാത്രമല്ല പ്രീവിയസ് ബർത്തുകളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അതിൻ്റെ എല്ലാം ഇംപ്രഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം നമുക്ക് പതുക്കെ പതുക്കെ അത് എടുത്ത് കളയാൻ പറ്റില്ല. പക്ഷെ ഞാനന്ന് പറഞ്ഞ പോലെ എന്താ പറയുന്നത്, മുളയ്ക്കാത്ത ഇതില്ലേ വിത്തുകള് മുളയ്ക്കാതാക്കാൻ നമുക്ക് സാധിക്കും. മുളച്ചു വന്നതെല്ലാം മരമായി പൂത്ത് കായായി പഴുക്കും, അനുഭവിക്കുക. പക്ഷെ മുളയ്ക്കാത്തതെല്ലാം മുളപ്പിക്കാതെ ആക്കി തരും ഭഗവാൻ. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതിന് ഒരുപാട് ശ്ലോകങ്ങൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നമ്മൾ ഇനി വരുന്ന ഇതില് നമ്മൾ പഠിക്കും. പിന്നെ എപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു, നമ്മൾ ഭഗവത്ഗീതയുടെ ഒരു അന്തസത്ത എന്ന് പറയുന്ന ശ്ലോകം ഉണ്ട് അല്ലെ, ഏതായിരുന്നു ഓർക്കണ്ടോ? ഭഗവത്ഗീത അത് കാണാതെ പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. കാണാതെ പഠിക്കണത് അത്രയൊന്നല്ല എന്ന് പറഞ്ഞു. 9.34 പോലത്തെ ഒരു ശ്ലോകം 18th ചാപ്റ്ററിൽ ഭഗവാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസ്യ യുക്തൈവം ആത്മാനം മത്പരായണഃ. അതാണ് ശ്ലോകം. മന്മനാഭവ മദ്ഭക്തോ, ഏറ്റവും ബെസ്റ്റ് ശ്ലോകം. ആ ശ്ലോകം നമ്മൾ പഠിച്ചിട്ട് അതിന്റെ അർത്ഥവും മനസ്സിലാക്കി ദിവസവും ഒന്ന് ചൊല്ലി നോക്കുക. നമ്മൾ കൃഷ്ണനെ കാണാം. എന്ന് വെച്ചാൽ കൃഷ്ണൻ പറയുന്ന ഭഗവത്ഗീതയുടെ ആ സത്താണ് ആ ശ്ലോകം 9.34. മന്മനാഭവ മദ്ഭക്തോ, എല്ലായ്പ്പോഴും മനസ്സിൽ എന്നെ കൊണ്ട് നടക്കുക, എന്റെ ഭക്തനാവുക. മദ്യാജി എന്ന് വെച്ചാൽ എന്നെ എപ്പോഴും ആരാധിക്കുകയും നമസ്കുരു, എന്നെ എപ്പോഴും നമസ്കരിക്കുക, എപ്പോഴും പ്രണമിക്കുകയും ചെയ്യുക. നമ്മൾ നമസ്കരിക്കണം. ആണുങ്ങളാണെങ്കിൽ ദണ്ഡ നമസ്കാരം ചെയ്യണം, വീട്ടിൽ ദിവസം ചെയ്യണം, പറ്റണവര് ചെയ്യണം. രാവിലെ എണീറ്റ് കുളിച്ച് ഭഗവാന്റെ അടുത്തൊരു വിളക്കത്തിക്കണി അവിടെ ഒരു പായിട്ടിട്ടെങ്കിലും ദണ്ഡ നമസ്കാരം ചെയ്യണം. സ്ത്രീകളാണെങ്കിലും പഞ്ചാംഗ നമസ്കാരം ചെയ്യണം, മുട്ടുകുത്തിയിട്ട് ആണ് നമസ്കരിക്കുന്നത്. അത് ചെയ്യണം, ഭഗവാന്റെ മുന്നിൽ ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമ്മുടെ ഈഗോ പോകും. പക്ഷെ റിയൽ ആണ് ഇതൊക്കെ. ശരിക്കും ഭഗവാൻ പറയാണ്, പ്രണമിക്കാൻ പറയുക. അപ്പൊ വെറുതെ തൊഴുതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ശരണാഗതി കാണിച്ചതിനേക്കാളും നല്ലതാണ് ഭഗവാന്റെ മുന്നിൽ പ്രണമിക്കുന്നത്. അത് മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് ഭഗവാനെ എപ്പോഴും പൂർണ്ണമായി ഭഗവാനെ ഉള്ളിൽ കൊണ്ട് നടന്നാൽ തീർച്ചയായും എന്നെ പ്രാപിക്കും, എന്നെ ലഭ്യമാകുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ഫോളോ ചെയ്യണം. അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്, ത്രൂ. അങ്ങനെ ഭഗവാനെ ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ കാര്യം ഈസിയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരുടെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിലും നമ്മളുടെ പ്രാർത്ഥന കംപ്ലീഷൻ ഞാൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പൊ യുധിഷ്ഠിരൻ എന്താണ് ചൂത് കളിക്കുമ്പോൾ പ്രാർത്ഥന, കൃഷ്ണൻ ഈ വഴിക്കൊന്ന് വരതെന്നുള്ള പ്രാർത്ഥനയാണ് ഇരിക്കുന്നത്. ഇത് ചൂതുകളി ചെയ്യണം ശരിയല്ല എന്നുള്ള കുറ്റബോധം ഉള്ളതുകൊണ്ട് കൃഷ്ണൻ ഈ വഴിക്ക് വരരുതെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കൃഷ്ണൻ മാറി നിൽക്കുക, കാരണം വിളിക്കുന്നില്ല. ആകെ വിളിച്ചത് ആരാണ്? പിന്നീട് ദ്രൗപദി മാത്രമേ വിളിച്ചുള്ളൂ. ദ്രൗപദി വിളിച്ചപ്പോൾ കൃഷ്ണൻ ഇൻസ്റ്റന്റിൽ വന്നു, രക്ഷിക്കുകയും ചെയ്തു. പക്ഷെ വേറെ 5 ആണുങ്ങളാരും വിളിച്ചേയില്ല കൃഷ്ണൻ. അവരെല്ലാം അവരുടെ വീര്യം. കാരണം ഭീമനൊക്കെ എന്താ പറ്റിയെന്ന് വെച്ചാൽ സ്വന്തം ഇതിലാണ് അപ്പോഴും ഞാനിവിടെ ഉണ്ടായിട്ട് ഇത് സാധിക്കുന്നില്ലല്ലോ. പക്ഷെ അപ്പോഴും അർജുനന് പോലും കൂടെയുള്ള ആളെ മനസ്സിലായിട്ടില്ല. അർജുനൻ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്?
ഈ യുദ്ധകളത്തിൽ നിന്ന് ഈ സൈന്യ നിരീക്ഷണം നടത്തി കഴിഞ്ഞ് ഈ ഉപദേശം കൊടുക്കുന്ന സിറ്റുവേഷനിൽ ഇത് പറഞ്ഞു 10ാമത്തെയൊക്കെ ആവുമ്പോഴാണ് വിശ്വരൂപമൊക്കെ കാണിക്കുമ്പോഴാണ് അർജുനന് മനസ്സിലാവുന്നത് ഈ കൂടെയുള്ളത് എൻ്റെ ഈ ബന്ധു എന്ന് പറയുന്നത് ആരാണ്? പരമദിവ്യോത്തമ പുരുഷനായ എത്രയും സുപ്രീം ആയിട്ടുള്ള ഒരു ഭഗവാനാണ് എന്ന് അപ്പോഴാണ് മനസ്സിലാവും. അതോടുകൂടി അർജുനന്റെ ഭാവം മാറും. അർജുൻ പേടിക്കും, ഭയക്കും, മാപ്പ് പറയണ രംഗങ്ങൾ വരുന്നുണ്ട് 10ാമത്തിൽ വിശ്വരൂപം കണ്ടു. അപ്പൊ അതുവരെ അതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ കൂടെ ഭഗവാൻ വന്നാൽ പോലും നമ്മൾ അപ്പൊ ആ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എത്രത്തോളം നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ ഈ ലൈഫിൽ, അപ്പൊ കലിയുഗത്തില് പക്ഷെ ഈസിയാണ്. കാരണം കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ള യുഗധർമ്മമായിട്ട്. അപ്പൊ നന്നായിട്ട് നാമസങ്കീർത്തനം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഭഗവാനെ അടുത്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു ശ്ലോകത്തിന്റെ പ്രത്യേകിച്ച് ഇതിലേക്ക് കടക്കുന്നേ ഉള്ളൂ. നമുക്ക് 3ാമത്തെ ശ്ലോകം നോക്കാം. ശ്ലോകം 3. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഒരു പ്രാവശ്യം പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അർത്ഥം വായിക്കാം. ആചാര്യ ഗുരു തവ അങ്ങയുടെ ശിഷ്യേണ ശിഷ്യനായും ധീമത ബുദ്ധിമാനായും ഇരിക്കുന്ന ദ്രുപദപുത്രേണ ദ്രുപദപുത്രനാൽ വ്യൂഢാം വ്യൂഹീകരിക്കപ്പെട്ട മഹതീം മഹത്തായ പാണ്ഡുപുത്രാണ പാണ്ഡുപുത്രരുടെ ഏതാം ചമും ഈ സേനയെ പശ്യ കാണുക. വിവർത്തനം വിവർത്തനം. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. അപ്പോ ഫസ്റ്റ് ഇത് പറയുന്ന ആരാണ്? ദുര്യോധനൻ അല്ലെ? ദുര്യോധനൻ. സഞ്ജയൻ പറയാണ്, പക്ഷെ ഇനി നമ്മുടെ ക്യാരക്ടറുകളുടെ സംഭാഷണമാണ് പറയുന്നത്. അപ്പോൾ ദുര്യോധനൻ പോയിട്ട് പറഞ്ഞു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ദുര്യോധനൻ പറയുകയാണ്, അല്ലയോ ആചാര്യ, ആരാണ്? ദ്രോണാചാര്യരോട് പറയാണ്, അങ്ങയുടെ ശിഷ്യനും, വാക്കുകൾ ശ്രദ്ധിക്കണം, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്നു. എന്താണോ നിങ്ങൾ പറയാൻ കാരണം? ഈ രണ്ടുപേരുടെയും ഗുരു ആരായിരുന്നു? ദ്രോണാചാര്യരായിരുന്നു. ദ്രോണാചാര്യർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ ആരായിരുന്നു? അർജുനായിരുന്നു. അർജുൻ ഇപ്പൊ ഏത് പക്ഷത്താ ഉള്ളത്? അപ്പുറത്തെ സൈഡിലാണുള്ളത്. ഒന്നാമത്തെ കാര്യം. എന്താണ് ദ്രോണാചാര്യ? ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. അവിടെ ഒരു ചെറുതല്ല, ഒരു വലിയൊരു ഫയർ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ? അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യൻ ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ. ശിഷ്യനും ബുദ്ധിശാലിയും ആരാത്? ദ്രുപദപുത്രൻ ആരാ? ദൃഷ്ടദ്യുമ്നൻ. അപ്പൊ അദ്ദേഹം ആരാണ്? ദ്രുപദന്റെ പുത്രനാണ്. ദ്രുപദനും ദ്രോണനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? ഇപ്പൊ വഷളാണ് അല്ലെ? ശത്രുക്കളാണ്. എന്താ പറ്റിയതെന്നറിയോ? എന്താ സംഭവിച്ചത്? ശരിക്കും അങ്ങനെയല്ല. ശരിക്കും ദ്രോണരും ദ്രുപദരും നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നല്ലൊരു മെസ്സേജ് ഉണ്ട് അതിനകത്ത്. ഈ ദ്രോണരും ദ്രുപദനും സ്കൂളിൽ മറ്റേ ഇതുണ്ട്, ഗുരുകുലത്തിൽ ഒരുമിച്ച് പഠിക്കുക, കുഞ്ഞു കുട്ടികളായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവർ തമ്മിൽ. അപ്പൊ ഇങ്ങനെ ഇഷ്ടം കൂടി വരുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഭയങ്കര സന്തോഷമൊക്കെ അങ്ങനെ വന്നു കഴിയുമ്പോൾ ദ്രുപദൻ പറഞ്ഞു, ഇവൻ പാവമാണ്, ഇവന് വലിയ ദാരിദ്ര്യമൊക്കെ അല്ലേ, ഇനിവൻ ഞാൻ രാജകുടുംബത്തിൽ ഞാൻ ഒരു ദിവസം രാജാവാകൂടാം. ഇപ്പൊ പറയില്ലേ, ഞാൻ എനിക്ക് ജോലി ഇട്ടേടാ, നമുക്ക് ഇന്നൊന്നും ഇല്ലല്ലോ കഴിക്കാൻ. ഇന്ന് സുഹൃത്തുക്കൾ പറയുമ്പോൾ എടാ നീ പേടിക്കണ്ട, എനിക്ക് ജോലി ഇട്ടിട്ടാ, നിനക്കെല്ലാം ഞാൻ വാങ്ങിച്ചു തരും ചെല്ലാൽ പറയും അല്ലെ. അതുപോലെ ഞാൻ രാജാവ് ഒരു ദിവസം, ഞാൻ രാജാവുമ്പോൾ നിനക്ക് പകുതി രാജ്യം ഞാൻ നിനക്ക്. ദ്രുപദൻ പറഞ്ഞാണ് പകുതി രാജ്യം ദ്രോണർക്ക് കൊടുക്കാൻ.
കുറെ കാലം കഴിഞ്ഞു. ഇങ്ങനെ ആരായി? ദ്രോണര് ഇവരുടെ ഗുരുവായി മാറി. പക്ഷെ ഈ ഗുരുവൊക്കെ അന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഗുരു വളരെ സ്വാത്വികനാണ്. ഇവരുടെ ഇതൊന്നും സ്വീകരിക്കുകയൊന്നുമില്ല, മനസ്സിലായി? കൊടുക്കണത് ഇത് അല്ലാണ്ട് പണമൊന്നും ഇല്ല. അത്യാവശ്യം കഴിഞ്ഞു, പക്ഷെ വിദ്യകൾ അറിയാം. അപ്പൊ ദ്രോണര് പാണ്ഡവരെയും കൗരവരെയും അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുക. ദ്രുപദൻ രാജാവായി. ഒരു അശ്വത്ഥാമാവന് പാല് കുടിക്കണം ആഗ്രഹമാണ്. വേറൊരു കഥയുണ്ട്, അരിമ, അത് വേറെ ഉണ്ട്, അത് പിന്നീടാ. അപ്പൊ ആദ്യം പാല് കുടിക്കാൻ ആദ്യം സത്യം പറഞ്ഞാൽ പാലില്ല വീട്ടിൽ. അപ്പൊ ദ്രോണരുടെ ഭാര്യ പറയും, ഇവിടെ പാലില്ല, നിങ്ങളുടെ സുഹൃത്ത് വലിയ രാജാവൊക്കെ അല്ലേ, ഒരു പശുവിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പാലായല്ലോ. വേണ്ട. കാരണം അങ്ങനെ പറഞ്ഞെങ്കിലും അതാണ് ഒരു ബ്രാഹ്മണന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഒരാൾ സന്തോഷത്തിൽ നമ്മളോട് പറയുകയാണത്, ഭയങ്കര സന്തോഷത്തിൽ ആളിരിക്കുമ്പോൾ പറയാണ് ഇതിന്റെ ഒരു സാധനം ഉണ്ടോ അത് എടുത്തോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പക്വത എന്തായിരിക്കും, നമ്മൾ അത് എടുക്കാൻ പോകരുത്. കാരണം ആ സാഹചര്യം മനസ്സിലാക്കണം. നമുക്കൊരു വലിയ മെസ്സേജാണ്. അപ്പൊ ദ്രോണർ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബ്രാഹ്മണനായതുകൊണ്ട് ദ്രോണർ ഒന്നും ചോദിക്കാൻ പോയില്ല, പകുതി രാജ്യത്തിനൊന്നും പോയില്ല. അറിഞ്ഞു ഒരു ദ്രുപദൻ രാജാവാണ്, പോയി ചോദിക്കാം. പണ്ട് വാക്ക് തന്നേക്കണല്ലേ, അന്ന് വാക്കിന് നല്ല വിലയുണ്ട്, ഇന്നത്തെ പോലെ ബോണ്ട് പേപ്പറൊന്നും ഇല്ലാന്ന്. വാക്ക് കൊടുത്ത വാക്കാണ്. പക്ഷെ ഇത് പറഞ്ഞപ്പോ വിചാരിച്ചു എന്നാ പോയി ഒരു പശുവിനെ ചോദിച്ചേക്കാം. അപ്പൊ പോയിട്ട് പറഞ്ഞു മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നു. പക്ഷെ ഈ ദ്രുപദൻ ഈ അധികാരത്തിന്റെ ഒരു ഇതിലിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അവിടെ ചെന്നിട്ട് ഇദ്ദേഹം ഒരു വല്ലാത്തൊരു വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ വന്നു, ആചാര്യനാണെന്നൊക്കെ അറിയാം. അവിടെ വന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ സുഹൃത്തെ എന്നൊക്കെ വിളിച്ച പോലെ കൃഷ്ണൻ ചെന്ന് നമ്മുടെ സുദാമാവിനെ കെട്ടിപ്പിടിച്ച പോലെ ഇദ്ദേഹത്തിന് ഇതുപോലെ ചെയ്തൊന്നുമില്ല, ഷൗട്ട് ചെയ്തു. എന്ത് ഫ്രണ്ട് എന്താ പറയുന്നത്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെവലിലായിരിക്കണം. ഒരു വാക്ക് പറഞ്ഞു ദ്രുപദൻ. ഒരു രണ്ടുപേരും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാണെങ്കിൽ നമുക്ക് ഒരു തലത്തിലായിരിക്കണം. നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ശരിയാവില്ല. ഇത് ഭയങ്കര ഇൻസൾട്ടായി. ദ്രോണർക്ക് ഭയങ്കര അപമാനമായിട്ട് ദ്രോണർ തിരിച്ചു വരും. ഒരു പശുവിനെ ചോദിക്കാൻ ചെന്നത്. പക്ഷെ ആദ്യം തുടക്ക സംബോധനയെ തന്നെ പോയി. അതായത് സുഹൃത്ത്, ആ സ്നേഹത്തിലാണ് ആള് പോയി വിളിച്ചു രാജാവിനെ. പക്ഷെ രാജാവിന് എല്ലാവരും മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരാളൊന്നും പിടിച്ചില്ല. എന്തുകൊണ്ടാണ്? ഈഗോ ആണ്. ഈഗോ നമുക്കും അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഭയങ്കര കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരാള് വളരെ മോശമായ ഒരാളെന്ന് എല്ലാവരും ഒരുമിച്ച് നമ്മളെ ഓർക്കണില്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ചാന്ന് പറയാം. ഇവന്റെ കൂടെ പഠിച്ചത് എന്റെ വില ഇടിയുമെന്ന് വെച്ചിട്ട് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൈ ഒഴിയ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ അത് തന്നെ അവിടെ സംഭവിച്ചു. അപ്പൊ ദ്രോണർ എന്ത് ചെയ്തു? ദ്രോണർ തിരിച്ചു വന്നിട്ട് വളരെ വിഷമിച്ചിരുന്നപ്പോ എന്ത് ചെയ്തു? ഈ കൂട്ടുകാരുണ്ടല്ലോ, അല്ല ശിഷ്യന്മാരാരൊക്കെയാ? കൗരവരും പാണ്ഡവരും. അപ്പൊ അവര് പറഞ്ഞു ഇത് ശരിയാവില്ല, ഗുരുവിന് ഇങ്ങനൊരു അപമാനം നേരിട്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ ദ്രുപദനെ പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നതുകൊണ്ട് ആരും കൗരവ സംഘം അങ്ങോട്ട് പോയി, ദുര്യോധന സംഘം അങ്ങോട്ട് പോയി. അവിടെ നിന്ന് എന്ത് പറ്റി? തോറ്റ് തുന്നം പാടി വന്നു. ദ്രുപദൻ പറപ്പിച്ചു, അവിടെ എല്ലാത്തിനും പറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആര് പോയി? പാണ്ഡവര് പറഞ്ഞു ഞങ്ങൾ പോയി. പാണ്ഡവര് പോയിട്ട് ദ്രുപദനെ പിടിച്ച് കെട്ടി വരിഞ്ഞ് കൊട്ടി കാൽക്കലിട്ട് കൊടുത്തു. ഗുരുവിന് നിങ്ങൾ കൊണ്ടു തരികയാണ്. എന്തുമാണ് ചെയ്തത്? അദ്ദേഹം എന്ത് ചെയ്തു? പകുതി രാജ്യം മേടിച്ചു ദ്രോണർ. പകുതി രാജ്യം മേടിച്ചിട്ട് വിട്ടു, വെറുതെ വിട്ടു. കൊല്ലൊന്നുമില്ല. അന്നൊക്കെ വേണമെങ്കിൽ വധിക്കാം, കാരണം ദ്രോണർ അത്രയും ആയുധം കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തെ വെറുതെ വിടും. പക്ഷെ രാജ്യം എഴുതി മേടിക്കില്ല. ഇന്ന് എഴുതി മേടിച്ചു, അന്ന് രാജ്യം വാങ്ങിച്ചു. പക്ഷെ ഇത് ദ്രുപദന് ഭയങ്കര അപമാനമായി. കാരണം ദ്രുപദൻ ഈ പിള്ളേരുടെ മുന്നിൽ തോറ്റുപോയി. അപ്പൊ പിള്ളേര് ചുരുട്ടിക്കൂട്ടി കെട്ടിക്കൊണ്ടിട്ടില്ലേ, അത് ഭയങ്കരമായ ഒരു അപമാനം, ഭയങ്കരമായ വിദ്വേഷം മനസ്സിൽ കിടന്നു. അപ്പൊ ദ്രുപദൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു യാഗം ചെയ്തിട്ട്, യാഗം എന്തിനാ ചെയ്യുന്നത്? എനിക്ക് ഒരു പുത്രനെ വേണം, ആ പുത്രൻ ഈ ദ്രോണരെ വധിക്കണം. അതാണ്. ഇതെല്ലാവർക്കും അറിയാം. ഈ യാഗത്തിന്റെ ഈ ദ്രോണർക്കും അറിയാം. അങ്ങനെ യാഗം ചെയ്തപ്പോൾ രണ്ടുപേരും വന്നു. ഒന്ന് ദൃഷ്ടദ്യുമ്നൻ വന്നു, ഒന്ന് ദ്രൗപദി വന്നു. അങ്ങനെ 2 കുട്ടികളെയാണ് യാഗത്തിൽ നിന്ന് കിട്ടുന്നത്, മകനും മകൻ. അപ്പൊ ഈ മകൻ വലുതായി കഴിഞ്ഞപ്പോ ദ്രുപദന്റെ മകൻ എവിടെ പോയി? ഗുരു ആരാണ്? ദ്രോണരാണ് അവിടുത്തെ ഗുരു. ദ്രോണരുടെ അടുത്ത് ചെന്നു. ദ്രോണർക്കറിയാം ഈ വരുന്നത് ദ്രുപദന്റെ മകനാണെന്നും യജ്ഞത്തിലൂടെ കിട്ടിയവനാണെന്നും ഇവന്റെ ജന്മ ഉദ്ദേശം എന്നെ വധിക്കലാണെന്നറിയാം. പക്ഷെ അതാണ് ബ്രാഹ്മണന്റെ ധർമ്മം. ആ ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്, റിസൾട്ട് പിന്നീട്. ഇവനെ ഞാൻ നന്നാക്കി പഠിപ്പിച്ച ഇവനൊരു മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കണ്ടെന്നൊന്നും അല്ല, അവനെ എന്തെല്ലാം പഠിപ്പിക്കാമോ അതെല്ലാം നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു. പക്ഷെ ഇത് ആർക്ക് പിടിച്ചില്ല? അന്നേ പിടിച്ചിട്ടില്ല. ആർക്ക്? ദുര്യോധനും ധൃതരാഷ്ട്രവും ഒന്നും പിടിച്ചിട്ടില്ല. കാരണം അറിയാം എന്തിനാണ് ഇവന്റെ ജന്മം എന്നറിയാം. അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് ദുര്യോധനൻ ഇവിടെ പറയുന്നത് ഒരു തീ. അപ്പോ എന്തെങ്കിലും ആചാര്യന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, അവൻ എന്റെ ശിഷ്യനാണ്. അവിടെ അർജുനനുണ്ട്, കൃഷ്ണനൊക്കെ ഞാൻ
പഠിപ്പിച്ചെടുത്തതാണ്. ഇനി എന്തെങ്കിലും ഒരു സോഫ്റ്റ് കോർണറിന് കിടക്കണ്ടെങ്കിൽ അതൊന്ന് കളയണം. കാരണം ഇവിടെ തീ കത്തിക്കണം, യുദ്ധം ജയിക്കേണ്ടത് ദുര്യോധനന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കൊളുത്ത് ഇട്ടിട്ടാണ് അദ്ദേഹം പറയുന്നത്, അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദൃഷ്ടദ്യുമ്നൻ എന്ന് പറഞ്ഞില്ല. അതിന് പോലെ എന്ത് പറഞ്ഞു? തീ കത്തണമെങ്കിൽ എന്ത് പറയണം? ദ്രുപദന്റെ പേര് പറയണം. കാരണം അന്നത്തെ അപമാനം അദ്ദേഹത്തിന് വീണ്ടും ഓർമ്മ വരും. അപ്പോ ദ്രുപദ പുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവസേന, ദ്രുപദ പുത്രൻ എന്നാണ് അവിടെ പറയുന്നത്, ദൃഷ്ടദ്യുമ്നന്റെ പേര് പറയുന്നില്ല. അതൊക്കെയാണ് ഓരോ പ്രയോജനങ്ങൾ. അപ്പോ ഇതിന്റെ ഉദ്ദേശം ഇതാണ്, ആചാര്യനെ കൊണ്ട് ആ ഒരു ഫയർ ഉണ്ടാക്കണം, ആ യുദ്ധം ചെയ്യാനുള്ള അത് ഉണ്ടാക്കാനുള്ളത്. നമ്മളിത് വെറുതെ വായിച്ചു പോയാൽ നമുക്ക് എന്ത് വിചാരിക്കാം, ഇതിലിപ്പോ എന്താ, പക്ഷെ ഇങ്ങനെ കുറെ അർത്ഥങ്ങളുണ്ട്. ഇതൊന്നും അല്ല, ഇതിനേക്കാൾ കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാവും. ഞാൻ എനിക്ക് അറിയണതേ പറയുന്നു. അപ്പോ ഇങ്ങനെ അതിന്റെ പറപ്പെട്ട് നിങ്ങൾ ഭാവാർത്ഥം വായിച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ അവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആയുധമുറകളെല്ലാം തന്നെ കണ്ടില്ലേ, ഒരു ഉദാരമതിയായ ബ്രാഹ്മണൻ എന്ന നിലയിൽ. കാരണം അതാണ് അവരുടെ എത്തിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായി? നമ്മൾ ഇന്ന് ചെയ്യൂ ഇല്ല അല്ലെ, അത് ആ ലെവലിലായിരിക്കണം നമ്മൾ. അതാണ് പ്യൂരിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ കാണാനും സാധിക്കും. അവരുടെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നു. ഭഗവാൻ ആ ലീലയിൽ അവരെ കൂട്ടുന്നത് എന്തുകൊണ്ടാണ്? അവരെല്ലാം ഭഗവാൻ കൊണ്ടുവരുന്നതാണ്. ഇതൊരു നാടകം, നമ്മുടെ നാടക കമ്പനി പോലെയാണ് ഭഗവാന്റെ വരവ്. ഭഗവാൻ കുറെ ആൾക്കാരെ കൊണ്ടുവന്ന ഒരു നാടകം കളിക്കും. ഈ അർജുനൊക്കെ ആരാണ്? എല്ലാം ഭഗവാന്റെ കൂടെയുള്ളവരെ തന്നെയാണ്. അവിടുന്ന് കൊണ്ടുവരും. അവർക്കുള്ള സ്പെഷ്യൽ റോൾസ് കിട്ടും. അവിടെയുള്ള കുതിരകളായാലും കാലാളായാലും ആ കുരുക്ഷേത്രത്തിൽ ആരെല്ലാം മരിച്ചോ ഇതെല്ലാം അറേഞ്ച്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റോള് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഭഗവാനുമായിട്ട് നമുക്ക് അടുക്കാൻ സാധിച്ചാൽ നമുക്ക് തീർച്ചയായും നമുക്ക് സാധിക്കും. അത് സാധിക്കും തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. ഏത് യുഗത്തിലായാലും അത് നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ പറയുന്നത് ഈ യുദ്ധത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്ക് ദ്രോണാചാര്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാൻ പാടില്ല എന്നും യാതൊരുവിധ അനുകമ്പ അവരോട് കാണിക്കാൻ പാടില്ല. അപ്പൊ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന പോലെയാണ് പറപ്പട്ടി പറയുന്നത്. ഒരു തെറ്റ്, അതായത് ദ്രുപദപുത്രൻ നിൽക്കുന്നു എന്ന് പറയുന്നത് പഴയൊരു മിസ്റ്റേക്ക്. കാരണം അദ്ദേഹം വന്നപ്പോ വേണമെങ്കിൽ പഠിപ്പിക്കാതെ വിടായിരുന്നല്ലോ. അങ്ങനെ ഒരാൾ പിന്നെ അപ്പുറത്ത് ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പൊ അത് ചെയ്യായിരുന്നു എന്നുള്ള പോലെ അദ്ദേഹം ഒന്ന് കാണിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അതാണ് ഒരു കാര്യം ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിനെ സപ്പോർട്ടിങ് ശ്ലോകാസ് ഒക്കെ ഒരുപാട് അതിന് ഒരു ഉദാഹരണം ഒരു ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ആചാര്യൻ പറഞ്ഞൊരു ഉദാഹരണം എന്ന് വെച്ചാൽ, ഈ ഇത്തരം ബ്രാഹ്മണരുടെ ആ ഉദാരമതി എന്ന് പറയുന്നുണ്ടല്ലോ, അവരെങ്ങനെയാന്ന് വെച്ചാൽ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. സൂര്യൻ അനലോജി പറയുന്നത്, സൂര്യൻ എങ്ങനെയാണോ സൂര്യരശ്മികളെ എല്ലാ മുറ്റങ്ങളിലും പതിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഒരു സമ്പന്നന്റെ വീട്ടിലായാലും ഒരു ദരിദ്ര ആളുടെ വീട്ടിലാണെങ്കിലും ഒരു കള്ളന്റെ വീട്ടിലാണെങ്കിലും കൊള്ളക്കാരന്റെ വീട്ടിലും പിടിച്ചവരിക്കാരന്റെ വീട്ടിലും സത്വഗുണമുള്ളവർ രജഗുണവന്റെ എല്ലാവരുടെ മുറ്റത്തും സൂര്യകിരണങ്ങൾ എങ്ങനെ പതിക്കുന്നു. സൂര്യൻ നോക്കുകയാണ്, ഓ അങ്ങോട്ട് വിടണ്ട, അവൻ ആള് ശരിയല്ല, ഇവിടെ ഇവൻ ദരിദ്രൻ, അല്ലെങ്കിൽ ഇവൻ പിടിച്ചവരിക്കാരനാ, ഒരു ഇതുണ്ടോ? ഇല്ല. സൂര്യനും ഭഗവാൻ പറയുന്നുണ്ടല്ലോ ഇതില്, എന്താ പറയുന്ന ഗ്രഹങ്ങളില് ഞാൻ, പ്ലാനറ്റ്സിൽ ഞാൻ സൂര്യനാണെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്, ശ്ലോകം വരുന്നുണ്ട്. അപ്പൊ ഓരോന്നിലും ആരാണ് ഞാൻ എന്ന് പറയും. സേജസ്സിൽ ഞാൻ നാരദമുനിയാണ്, അങ്ങനെ ഓരോന്നിലും പറയും. അപ്പൊ അതുപോലെ ആ സൂര്യന് എവിടെയെങ്കിലും ഒരു ഇതുണ്ടോ? ഇല്ലല്ലോ. ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടില്ല. അതുപോലെ ആയിരുന്നു ബ്രാഹ്മണർ. ദ്രോണരൊക്കെ അങ്ങനത്തെ ഒരു കഥാപാത്രം. അതായത് സൂര്യന്റെ കിരണം എങ്ങനെയാണ് റേസ് പോകുന്ന പോലെയാണ്. ഒരാൾ വന്നാൽ എല്ലാവർക്കും ഒരേപോലെയാണ്. അർജുനനായാലും ഭീമനായാലും ദുര്യോധനായാലും ദൃഷ്ടദ്യുമ്നായാലും എല്ലാവർക്കും ഒരേപോലെ ആണ് അദ്ദേഹം അറിവ് കൊടുത്തിരുന്നത്. അതാണ് അവരുടെ ക്യാരക്ടറിന്റെ ഒരു ഉദാഹരണമാണ് ആ സൂര്യകിരണം. അതുപോലെ തന്നെ ഈ ഭഗവത്ഗീതയിലെ 5.18 ഒരു ശ്ലോകമുണ്ട്. വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചൈവ ശുഭാഗേജ പണ്ഡിത സമദർശന. അത് നമ്മൾ അവിടെ എത്തുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പണ്ഡിത സമദർശന, അതായത് പണ്ഡിതൻ, അതായത് ഈ ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും വളരെ പഠിച്ച് നോളജ് ഉള്ള ഒരാളെന്ന് അല്ലേ. ഈ പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരെയും സമദർശന ഒരേ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ പഠിച്ചില്ല ഇന്നാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന്റെ കാരണം ഇതാണ്. കാരണം എല്ലാവരിലും നമ്മുടെ ജീവാത്മാവിന്റെ കൂടെ ഒരു സാക്ഷിയെ പോലെ ആരുണ്ട്? ഭഗവാൻ എന്ത് രൂപേണ ഉണ്ട് അവിടെ? പരമാത്മാ രൂപേണ ഭഗവാൻ ഉണ്ട് അല്ലെ. ക്ഷീരോദയശായ വിഷ്ണു ഫോമാണ്, 400 ഫോമില് ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു വൃക്ഷത്തില് 2 പക്ഷികളെ ഓർക്ക് കടോപനിഷത്തിലെ കോട്ടിൽ കാണിച്ചിരിക്കുന്നത് ഭഗവാനോട് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാവരോടും സമദർശനം കാണിക്കാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ പണ്ഡിതൻ.
അതാണ് പറയുന്നത് വിദ്യാവിനയ സമ്പന്നെ. അതായത് വിദ്യാഭ്യാസമുള്ള ഒരാൾ, വിദ്യാവിനയ സമ്പന്ന ബ്രാഹ്മണൻ. അപ്പൊ ഒരു ബ്രാഹ്മണനെ കണ്ടാലും, ഗവി, പശുവിനെ കണ്ടാലും, ഹസ്തിനി അതായത് ആന, പശു, ശുനി ചൈവ പട്ടിയെ കണ്ടാലും, ചണ്ടാളൻ, ഇവിടെ ഇതിനകത്ത് പറയുന്നത് പട്ടിയുടെ മാംസം ഭക്ഷിക്കുന്നവരെ കണ്ടാലും, എല്ലാവരെ കണ്ടാലും ഇത്തരം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പണ്ഡിതൻ എല്ലാവരും ഒരേപോലെ കാണും, അവരാരെയും ഉപദ്രവിക്കില്ല. ആ ഒരു ക്വാളിറ്റിയിലേക്ക് ശരിക്കും നമ്മൾ വരാം. അത് നമുക്ക് ആ വരാനുള്ള ക്വാളിറ്റി ഉള്ള ഒരു ബോഡിയാണ് എന്ത്, ഹ്യൂമൻ ഫോം ഓഫ് ലൈഫ്. നമുക്കേ സാധിക്കും. ഒരു സിംഹത്തിന് അങ്ങനെ ആവാൻ പറ്റില്ല, ഒരു പൂച്ചയ്ക്കോ പട്ടിക്കോ അങ്ങനെ. അവരുടെ ആ ഒരു പ്രേ അല്ലെങ്കിൽ അവരുടെ ഒരു ആഹാരത്തിന്റെ സമയമാകുമ്പോൾ അവരെന്തിനാ വെച്ചാൽ കഴിച്ചു കയറി കൊല്ലും. പക്ഷെ നമ്മൾക്ക് ഈ ഒരു സമദർശനം കൊണ്ടുവരാനുള്ള അവബോധം ഭഗവാൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കി എടുക്കണം. അതിനാണ് നമ്മൾ ഈ ഡിവോഷണൽ സർവീസ് ചെയ്യേണ്ടത്. അത് കൊണ്ടുവരാം. അല്ലാതെ അത് തന്നെ വരില്ല, പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് വരൂ. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 4. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. വേർഡ് മീനിങ്: അത്ര ഇവിടെ, യുദ്ധത്തിൽ, ശൂരാഹ വീരന്മാരും, ഭീമാർജുന സമാഹ ഭീമാർജുനന്മാരോട് തുല്യരും, മഹേശ്വാസാഹ വില്ലാളികളുമായ, യുയുധാനനും, വിരാട ച വിരാടനും, മഹാരഥ ദ്രുപദ ച മഹാരഥനായ ദ്രുപദനും. വിവർത്തനം വൈഷ്ണവ. ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ ആരെയാ പറഞ്ഞ, ദ്രുപദപുത്രൻ ഒരുക്കിയിട്ടുള്ള ഈ സൈന്യത്തെ നോക്കൂ എന്ന് പറഞ്ഞു. ആ നോക്കി ആദ്യത്തെ തീ കൊളുത്തിയിട്ട് അടുത്ത ആൾക്കാരുടെ പേര് പറഞ്ഞു കൊടുങ്ങാണ്. നമ്മുടെ സൈഡിലെ അല്ല പറയുന്നത്, അപ്പുറത്തെ കൗരവരല്ല, പാണ്ഡവ പക്ഷത്തിൽ ചൂണ്ടിക്കാണിച്ചു വരുവാണ്. അവിടെ ആരൊക്കെ ഉള്ളത്? ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനൻ എന്ന് പറഞ്ഞ സാത്വികി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സാത്വികി, അയാളുടെ പേരാണ് യുയുധാനൻ. പിന്നെ വിരാട രാജാവ്. ദ്രുപദനെ വീണ്ടും കൊണ്ടുവന്നു നേരിട്ട്. ദ്രുപദന്റെ പേരും പറഞ്ഞു, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട് എന്ന് പറയുന്നു. ഇപ്പോ അതിന്റെ ഭാവാർത്ഥം വായിക്കാം. ആയോധന കലയിൽ ദ്രോണാചാര്യർക്കുള്ള പാഠവും ഓർക്കുമ്പോൾ ധൃഷ്ടദ്യുമ്നനെ ഒരു മികച്ച എതിരാളിയെ കരുതാനാവില്ല. എങ്കിലും, അതായത് ദ്രോണാചാര്യരെ കമ്പയർ ചെയ്യുമ്പോൾ ധൃഷ്ടദ്യുമ്നൻ പോരാ. പക്ഷേ പാണ്ഡവ സൈന്യത്തിൽ ഭയപ്പെടേണ്ടവരായി വേറെയും ചിലരുണ്ട്. ഭീമാർജുനന്മാരെ പോലെ ഭീഷണരായവരും. വിജയത്തിന്റെ വഴി വിലക്കുന്ന ആ പ്രതിയോഗികളെ ദുര്യോധനൻ എടുത്തു പറയുന്നു. ഭീമാർജുനന്മാരുടെ കരുത്തിനെ പറ്റി അദ്ദേഹം തികച്ചും ബോധവാനായിരുന്നതിനാലാണ് മറ്റു യോദ്ധാക്കളെ അവരുമായി താരതമ്യപ്പെടുത്തിയത്. അതാണ് ഭീമാർജുന സമായുധ എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ഭീമാർജുനന്മാർക്ക് സമമായ, ഭീമനും അർജുനനും ചേർന്നാൽ തന്നെ അല്ലെ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഭീമനെ ആദ്യം തന്നെ കൊണ്ടുവന്നത്? എന്താണ്? ഭീമനെ നേരത്തെ ഞാൻ പറഞ്ഞു അല്ലെ, കാരണം വെച്ചാൽ ഭീമനെ ദുര്യോധനന് ഭയമാണ്. കാരണം എന്താ? ഭീമൻ 3 ശപഥം എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ശപഥം എന്തായിരുന്നു? ഒന്നാമത്തെ ശബ്ദം എന്ന് വെച്ചാല് ഈ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് അദ്ദേഹം ഈ ഇവിടുത്തെ ഡ്രസ്സ് മാറ്റിയിട്ട് ഈ നെയ്ക്കഡായ തൊടയിൽ അടിച്ചിട്ട് ഇവിടെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. അത് കണ്ടപ്പോ അന്ന് ഭീമൻ ഒരു ശബ്ദം എടുത്തു, അത് ഞാൻ തല്ലി ഉടയ്ക്കും, ആ തൊട തല്ലി ഉടയ്ക്കും. ഒന്നാമത്തെ ശബ്ദം. പിന്നെ രണ്ടാമത്തെ ശബ്ദം എന്താണ്?
ഒന്നാമത്തെ ശബ്ദം ശരിക്കും അതല്ല. ഒന്നാമത്തെ ശബ്ദം എന്തായിരുന്നു അറിയോ? ഞാൻ ഒറ്റയ്ക്ക് സിംഗിൾ ഹാൻഡഡ്ലി ഈ ധൃതരാഷ്ട്ര 100 പുത്രന്മാരെ ഞാൻ കൊല്ലും. 100 പേരെ ഈ ഭീമസേനായിരിക്കും കൊല്ലുന്നത്. ഒന്നാമത്തെ ശബ്ദം. ഇത് പേടിക്കാൻ ഇനി ധൃതരാഷ്ട്രക്ക് വേറൊന്നും വേണ്ട. ആ യുദ്ധത്തിൽ എന്താ ചെയ്ത്? ഈ 100 പേരെ കൊന്നത് ഭീമനാണോ? അറിയോ? 100 പേരെ ഭീമൻ കൊന്നു. എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ ബാക്കി ചേട്ടന്മാരും ഇവരും ഈ 100 പുത്രന്മാരെ നേരിടുമ്പോ ഒരു സിറ്റുവേഷൻ ആയി കഴിയുമ്പോ ഭീമനെ വരുത്തും, ഭീമന് കൊടുക്കും. 100 പേരെ ഭീമന്റെ ശപഥം നിറവേറ്റാൻ അവർ ഹെൽപ്പ് ചെയ്തു. അതായത് 100 പേരെ ഭീമൻ തന്നെ. അതാണ് ശപഥം. അപ്പൊ അവര് സപ്പോർട്ട് ചെയ്തു അതിന്. ഇനി രണ്ടാമത്തെ ശബ്ദമാണ് ഇത്, ഈ തൊട അടിച്ചു പൊട്ടിക്കുന്നത്. മൂന്നാമത്തെ ശബ്ദം എന്താണെന്നറിയോ? ദുശാസനന്റെയാണ്. ദുശാസനൻ ആ വസ്ത്രാചരണം നട്ട് ദുശാസനന്റെ മാരടം വളർന്ന് ആ ചോര ഞാൻ കുടിക്കുമെന്ന്. അതുണ്ട്. പക്ഷെ ഇത് കാരണം അത് വേറെ ഇത്. പക്ഷെ ആ ഇത് കണ്ടപ്പോഴേ അവിടെ ശബ്ദം ചെയ്തിരുന്നു, കൊല്ലും. ആ തൊട, ആ അടിച്ച തൊട അടിച്ച് തകർക്കുക. അത് അടിച്ച് തകർക്കുന്നാണ് പറഞ്ഞത്, പൊട്ടിക്കുന്ന, അടിച്ച് തകർത്ത് കളയുന്നുള്ള ഇത്. മൂന്നാമത്തെയാണ് ദുശാസനൻ ഇത് ചെയ്തുകൊണ്ട് ദുശാസനെ വളർന്ന ചോര കുടിക്കുമെന്ന് പറയും. ഇത് ശരിക്കും ധൃതരാഷ്ട്രർക്കൊക്കെ ഭയങ്കര ഭയം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ശബ്ദം, കാരണം അത് അവർ നിറവേറ്റുന്ന അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഒരു കാര്യം. പിന്നെ അതിന്റെ കൂടെ എന്താ ചെയ്ത് എന്താ പറയുന്നത്, എരുതിയിൽ എണ്ണ എന്നുള്ളവരെയുള്ള ദ്രൗപദി എന്തൊരു ചെയ്തു, ഒരു ശബ്ദം കൂടി ചെയ്തു. ആ ചോര കൊണ്ടുവന്നുകൊണ്ട് പരത്തിയാൽ എന്റെ മുടി പൂർണ്ണമായി കിട്ടി, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഒരുപാട് അന്ന് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താന്ന് നമുക്കിതില്ല. ഇതെല്ലാം അതൊക്കെയാണ് അന്നത്തെ അതൊക്കെ ആ ക്ഷത്രിയ ചോര, ക്ഷത്രിയ ശൗര്യങ്ങളാണതല്ല. അതൊക്കെ അവര് നടപ്പിലാക്കി. അപ്പൊ ഇതെല്ലാം അറിയുന്നവരാണ് ആര്? ഈ ധൃതരാഷ്ട്രായാലും ഈ ദുര്യോധനും. അപ്പൊ ദുര്യോധന ഈ ഭയം ഉള്ളിക്കിടക്കുന്നുണ്ട്. അതാണ് ഭീമന്റെ പേര് ആദ്യ ഭീമാർജുന സമ എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഭീമാർജുനന്മാർക്ക് അർജുനന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്തൊക്കെ ആരെയൊക്കെ പണ്ടേ തോൽപ്പിച്ചിട്ടുണ്ട് ഇവരെയൊക്കെ, അല്ലെ? ഒരു തവണ തോൽപ്പിച്ചാണ് വിരാട രാജ്യത്ത് ഒരു യുദ്ധം നടന്നപ്പോ. അപ്പോ ഭീമന്റെ കാര്യം നമുക്കറിയാം, ശപഥങ്ങൾ. അപ്പൊ ഇത്രയും പവറുള്ള ആൾക്കാർക്ക് സമമാണ് സാത്വികി, യുധാനൻ, ധ്രുപദൻ, വിരാടനൊക്കെ ഇവർക്ക് സമമാണെന്ന് വെച്ചാൽ അവര് നല്ല പോരാളികളാണ്. അപ്പൊ ഇവരെ നേരിടുന്ന പോലെ മഹാരഥന്മാരാണ്. അതെ, അത് ഇമ്പോർട്ടന്റ് തിങ്. അത് ഇവിടെ പറയുന്നുണ്ട്. പേജ് മറന്നു. ഇത് കണ്ടോ, ധ്രുപദശ ഇവരെല്ലാം മഹാരഥന്മാരാണ്. മഹാരഥൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? മഹാരഥൻ 10,000 പേരെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റും. അതാണ് മഹാരഥൻ. അപ്പൊ മഹാരഥൻ ഉണ്ട്. പിന്നെ ഉള്ളത് ഏതൊക്കെയാണ്? മഹാരഥൻ, അധിരഥൻ, രഥൻ, അർത്ഥരഥൻ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ മഹാരഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10,000 പേരെ ഒറ്റയ്ക്ക് നേരിടാൻ വരുന്നവരാണ് ആര്? ഈ യുയുധാനൻ, സാത്യകി, പിന്നെ വിരാടൻ, ധ്രുപദനൊക്കെ. അപ്പോ അധിരഥൻ ആരൊക്കെയാണെന്ന് അറിയാം? അധിരഥൻ എന്ന് വെച്ചാൽ 60,000 പേരെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റും. 60,000 പേരെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റും. അതിൽ പെടുന്നതാണ് നമ്മുടെ ഭീഷ്മര്. ഈ അധിരഥനാണ്. പിന്നെ ഉള്ളത് രഥനാണ്. രഥൻ എന്ന് വെച്ചാൽ ഒരാള്, ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറയുന്നത് രഥൻ. രഥ എന്ന് വെച്ചാൽ മഹാരഥ എന്ന് വെച്ചാൽ 10,000 പേരെ ഒറ്റയ്ക്ക് കൂട്ട് വേണ്ട, ഒറ്റയ്ക്ക് 10,000 ആൾക്കാരെ ഫൈറ്റ് ചെയ്യും. എന്ത് വിദ്യ കൊണ്ടുവന്നാലും ഒരു ഫൈറ്റ് ചെയ്യും, ഇവരെ തോപ്പിക്കാൻ പറ്റില്ല. അധിരഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 60,000 ആൾക്കാരെ ഒരേ സമയം ഒരാൾ നേരിടും. ആലോചിച്ച് നോക്കുക, എത്ര കഴിവാണ്. രഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നേരിടും. അർത്ഥരഥനുണ്ട്. അർത്ഥരഥ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പറ്റില്ല, ഒരാളും കൂടി കൂട്ട് വേണം. അപ്പൊ ഇങ്ങനെയാണ് സൈന്യത്തിൽ. ഇതെല്ലാം ക്ഷത്രിയവരുടെ അവരുടെ രാജനീതിയിലുള്ള ടോപ്പിക്സിൽ വരുന്ന സബ്ജക്റ്റുകൾ. അറിയാം, ബ്രാഹ്മണനാണെങ്കിൽ അതെ, അന്നത്തെ ഗുരുവാണ് അദ്ദേഹം. അപ്പൊ അതെന്താ വെച്ചാല് ഗുരു വരുന്നത്, അതാണ് നമ്മുടെ എന്താ പറയാ, നമ്മള് ഇത് പറയില്ലേ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ, ശൂദ്രൻ എന്ന് പറയുള്ളൂ. അപ്പോ സമൂഹത്തിലെ അന്നത്തെ ഇതിലാണ് നിലനിന്നിരുന്നത്. ശരിക്കും നമ്മളതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ അതിനെ മാറ്റി, നമ്മൾ ബൈ ബർത്താക്കി അതിനെ മാറ്റിയത് കൊണ്ടാണ് നമ്മൾക്ക് അതിനോടൊരു വിമുഖത നമുക്ക് തോന്നുന്നു. ആക്ച്വലി ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഭഗവാൻ പറയുന്നുണ്ട് ചാതുർവർണ്ണ്യം, 4 വർണ്ണങ്ങള് ഞാനാണ് സൃഷ്ടിച്ചത്. അത് എന്തിനെ ബേസ് ചെയ്തിട്ട്? ഗുണങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ പക്ഷെ അതിനാണ് കൃഷ്ണനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഴിച്ചത്. കൃഷ്ണനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, ഈ വർണ്ണ വിവേചനം ഉണ്ടാക്കിയത്. പക്ഷെ കൃഷ്ണൻ അത് സൃഷ്ടിച്ചെന്തിനാണെന്നറിയോ? സമൂഹത്തിന്റെ അതാണ് ഈ വർണ്ണാശ്രമം എന്ന് പറയുന്നത്. വർണ്ണം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ, ശൂദ്രൻ ഒരു സമൂഹത്തിൽ വേണം. അതുപോലെ തന്നെ ബ്രഹ്മചര്യം, അല്ലെ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, അതാണ് ആശ്രമം.
ഈ വർണ്ണം ആശ്രമം ഇത് ചേരുന്നതാണ് വർണ്ണാശ്രമം. ഇതുണ്ടെങ്കിൽ, ഇത് കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ ഒരു രാജ്യം, ഒരു സൊസൈറ്റി ഫ്ലറിഷ് ചെയ്യും. ഇത് ഇറ്റ്സ് നോട്ട് ഫ്രം us, ഇറ്റ്സ് ഫ്രം സ്ക്രിപ്റ്റേഴ്സ് ആണ്. ഇത് ഭഗവാൻ പറയുന്നതാണ്. അപ്പോൾ അതിനകത്ത് ബ്രാഹ്മണന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ബ്രാഹ്മണനാണ് ഇതെല്ലാം പഠിക്കുന്നത്. ബ്രാഹ്മണനാകുന്ന ആള് ബൈ ബർത്ത് അല്ല. എഗെയിൻ അത് ബൈ ബർത്ത് അല്ല. ആ ജ്ഞാനം കിട്ടുന്നവൻ ബ്രാഹ്മണനാണ്. ആ അതിനകത്ത് യുദ്ധത്തിന് പോകുന്നവനെല്ലാം ക്ഷത്രിയരാവും. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയുള്ള ബിസിനസ്സുകൾ, പല കാര്യങ്ങൾക്ക് ഇവർക്ക് വേണമല്ലോ, കട, കമ്പോളം, അതെല്ലാം നടത്തുന്ന ഒരു വൈശ്യരും ഈ മേൽപ്പറഞ്ഞ 3 പേരെ സർവീസ് ചെയ്യുന്നവരാണ് ശൂദ്രർ. പക്ഷെ അത് നമ്മൾ ഞാൻ ഇവരുടെയൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അത് വേറെ രീതി പോകുന്നത്. പക്ഷെ ഈ 4 തലത്തിൽ ഇത് ബുദ്ധിയുടെ അവബോധത്തിന്റെ ലെവലിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഒരേ ബുദ്ധിയിലല്ല ജനിച്ചു വരുന്നത്. അപ്പോൾ ഏറ്റവും ബുദ്ധി കൂടിയവരെല്ലാം ബ്രാഹ്മണരായി പോകും. അല്ലാണ്ട് ബ്രാഹ്മണ വീട്ടിൽ ഞാൻ എന്റെ എക്സാമ്പിൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരു ഡോക്ടർക്ക് ഒരു കൊച്ചുണ്ടായാൽ നമ്മൾ പോയിട്ട് അവനെ ഡോക്ടർ എന്ന് വിളിക്കുമോ? ഇല്ല. വക്കീലിന് കൊച്ചുണ്ടായ അവൻ പഠിച്ച് പാസ്സായി MBBS അല്ലെങ്കിൽ LLB എടുത്തു കഴിയുമ്പോഴേ വക്കീലാവുള്ളൂ. അതുപോലെ തന്നെയാണ് ബ്രാഹ്മണനും. പക്ഷെ ഇത് ഇടക്കാലത്ത് ഇവര് അത് ഡോമിനേറ്റ് ചെയ്ത് ആ ഒരു സംഭവിച്ചുകൊണ്ടാണ് നമ്മൾക്കെല്ലാം ബ്രാഹ്മണൻ ബൈ ബർത്ത് വന്നത്. പക്ഷെ ആക്ച്വലി നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയിരുന്നില്ല. ഭഗവാനും അങ്ങനെയല്ല പറയുന്നത്. ഒരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഇത് ഗുണകർമ്മ വിഭാഗം, ഗുണവും കർമ്മവും അനുസരിച്ചാണ് വരുന്നത്. അപ്പൊ നമ്മൾ അത്രയും ക്വാളിറ്റിയിൽ ഗുണം ആ രീതിയിൽ ഗുണം കാണിച്ചാൽ നമ്മൾ ബ്രാഹ്മണനായി മാറാം. ഇപ്പൊ ഞാനിപ്പോ ഫോളോ ചെയ്യുന്ന പരമ്പരാ സിസ്റ്റം അതാണ് പക്ക ഫോളോ ചെയ്യുന്നത്. എനിക്ക് ബ്രാഹ്മണനാവാം, നിങ്ങൾക്ക് ആർക്കും ബ്രാഹ്മണൻ. ഇതുപോലെ ഈ ഒരു സിസ്റ്റം ഇഷ്ടം പോലെ സിസ്റ്റം നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മളിവിടെ പോയി താന്ത്രിക വിധി പറഞ്ഞപ്പോ പെരുവാരത്ത് പോയിട്ട് പൂജാരി അങ്ങനെയല്ല പറയുന്നത്. അതും ഒരു സിസ്റ്റം നടപ്പിലാക്കുന്നത്. ഇത് അങ്ങനെയല്ല. നമുക്ക് ഏതാണ്ട് അതുപോലെ തന്നെ. പക്ഷെ നമുക്കും ആ ഒരു ഇതിലേക്ക്, ആ ക്വാളിറ്റിയിലേക്ക് വന്നാൽ നമുക്ക് ആവാം. അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് വരണം. ആ മനസ്സ് നമ്മൾ കാണിക്കണം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ വർണ്ണവിവേചനം കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോഴും അതിനെ എതിരായിട്ട് പറയും. നമ്മൾ തന്നെ പറയും പെരുവാരത്തെ സ്വാമി നമ്പൂരിയല്ല എന്ന് പറയും. കാരണം അവിടെ ഉള്ള കാര്യം തുറന്നു പറയണമല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും. കാരണം നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ അത് നമ്മൾ എടുത്ത് കളയണം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ചാതുർവർണ്ണയമായ സൃഷ്ടം. അത് ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണ്. അതാണ് അതിന്റെ കാരണം ചേട്ടാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ കാരണം വെച്ചാൽ അപ്പൊ ആ ബ്രാഹ്മണരായിരിക്കും എപ്പോഴും ഈ ക്ഷത്രിയന്മാർക്കുള്ള ഉപദേശവും എല്ലാം കൊടുക്കുന്നത്. അവർക്കെല്ലാം അഭ്യസിക്കും. കാരണം അവർക്ക് ആ കഴിവുണ്ട്. അവർ അഭ്യസിച്ചിട്ട് ഇവർക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെ അഭ്യസിപ്പിച്ച് എന്ത് പറ്റുന്ന വെച്ചാൽ അവരെല്ലാം അത്രയും എക്സ്പെർട്ടുകളായി മാറും. അപ്പൊ അവരെയൊന്നും അതാണ് ദ്രോണാചാര്യത്തെയൊക്കെ കഴിവെന്ന് പറയുന്നത്. ബ്രാഹ്മണനാണ്, പക്ഷെ ആ ഒരു ഗുരുവാണ്. പക്ഷെ ഇപ്പൊ ആവശ്യം വന്നപ്പോ യുദ്ധത്തിന് വരികയും ചെയ്യുന്നു കണ്ടിട്ടുണ്ട്. അപ്പൊ മെയിനായിട്ടത് ഒരു ക്ഷത്രിയന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം ബ്രാഹ്മണൻ. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ പേര് ഉണ്ട് നമ്മുടെ ഇതിനകത്ത്. പിന്നെ ഇവിടെ പറയാനുള്ളത് അത് തന്നെ. അപ്പൊ ഇതാണ് ഒരു പോയിന്റ് ഇവിടെ. അപ്പൊ മഹാരഥ അത് മനസ്സിലായല്ലോ. അധിരഥ, രഥ, അർദ്ധരഥ എന്നൊക്കെ പറഞ്ഞൊക്കെ ഓരോ പ്രയോഗം. അതാണ് മഹാരഥ. അപ്പൊ ദ്രുപദശ മഹാരഥ നല്ല പോയിന്റാണ് അത് ചേച്ചി ചൂണ്ടിക്കാട്ടുക. മഹാരഥ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് തന്നെയായിരുന്നു. അപ്പൊ അത് അവിടെ ആ പ്രയോഗം എന്തിനാന്ന് വെച്ചാൽ ദ്രുപദന്റെ മനസ്സിലേക്ക് ഇടുകയാണ്. 10,000 പേരെ പിടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ ദ്രുപദന്റെ ചിന്ത വരുമോ, അപ്പൊ ഇനി അതിരഥരുണ്ട് അപ്പൊ അവരുടെയൊക്കെ അതൊക്കെ ആലോചിക്കണമല്ലോ, ഇവൻ പറയുന്നത് ശരിയാണ് എന്നുള്ള ആ ചിന്ത കേൾക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഓരോ വാക്കുകൾ പറയുന്നത്. ഒരു ശ്ലോകം കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പൊ ആ ഒരു സെറ്റ് തീരും. അതുകൊണ്ടാണ് ശ്ലോകം 6. സോറി ശ്ലോകം 5 വായിച്ചത്. ശരി, സോറി. ശ്ലോകം 5. ധൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരോജിത് കുന്തിഭോജശ്ച ശൈബശ്ച നരപുംഗവഃ. ധൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരോജിത് കുന്തിഭോജശ്ച ശൈബശ്ച നരപുംഗവഃ. ധൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ
പുരോജിത് കുഞ്ചി ഭോജശ്ച ശൈബശ്ച നരപുംഗവഃ ഋഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരോജിത് കുഞ്ചി ഭോജശ്ച ശൈബശ്ച നരപുംഗവഃ. വേർഡ് മീനിങ് ദൃഷ്ടകേതുവും ചേകിതാനനും വീര്യവാനായ കാശിരാജാവും പുരോജിത്തും കുന്തിഭോജനും നരപുംഗവനായ ശൈബ്യൻ വിവർത്തനം വൈശ്വല പ്രഭു ജയിച്ചിട്ടുണ്ട്. ദൃഷ്ടകേതു, ചേകിതാനൻ, കാശിരാജാവ്, പുരോജിത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായി. മഹാഭാരതമാണ്, എക്സ്പ്ലനേഷൻ ചെയ്യാനില്ല. അപ്പൊ അതായത് ഓരോ ആൾക്കാർ, ഇപ്പൊ ഓരോ മഹാരഥന്മാരെ പറഞ്ഞ പോലെ അതിന് കിടപിടിക്കുന്ന ആൾക്കാരുടെ പേരുകൾ എടുത്ത് പറയുക. എന്തിനാണ്? ഈ അലർട്ട് തന്നെ, ഇത് കണ്ടിന്യൂവേഷൻ ആണ്, അലർട്ട് കൊടുക്കുക. അതുകൊണ്ട് അടുത്ത ശ്ലോകം കൂടി ഒന്ന് നോക്കാം. ശ്ലോകം 6. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. വേർഡ് മീനിങ് വിക്രാന്തഃ വിക്രമിയായ, യുധാമന്യുവും ഉത്തമൗജസ്സും സൗഭദ്ര സുഭദ്രാപുത്രനും ദ്രൗപദേയച്ച ദ്രൗപദി പുത്രന്മാരും സർവ ഏവച എല്ലാവരും മഹാരഥന്മാരാണ്. അവരെല്ലാം മഹാരഥന്മാരാണ്. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. കൂടാതെ അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ നേരത്തെ 5ാമത്തെ കൂടാതെ പരാക്രമിയായ യുധാമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ ആരാണ്? അഭിമന്യു, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് 6. അപ്പൊ ഈ സുഭദ്രയുടെ 5 മക്കളുടെ പേരറിയും ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രതിലിന്ധ്യൻ, ശ്രുതസേനൻ, ശ്രുതികീർത്തി, ശതാനീകൻ, ശ്രുതകർമ്മ. അങ്ങനെയാണ് 5 മക്കളുള്ളത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അത് മഹാഭാരതമാണ്. പിന്നെ ഇവിടെ എല്ലായിടത്തും ഈ യുധാമന്യുശ്ച, ഈ ദ്രൗപദേയാശ്ച, ആ അശ്ച വരുന്ന അതുപോലെ ഉള്ളവരും എന്നാണ്. ഇപ്പൊ ദ്രൗപദിയുടെ മക്കൾ ദ്രൗപദേയാശ്ച, ഇപ്പൊ ഈ 5 പേര് പ്ലസ് പിന്നെ ആരൊക്കെ വരാന്നർത്ഥം അവിടെ? ഘടോൽക്കചൻ അങ്ങനെയൊക്കെ ഇല്ല. അവരെല്ലാം ഉദ്ദേശിച്ചാണ് ആ അശ്ച വരുന്നത്, ഇത്യാദി ആയവരും. അതാണ് ആ പ്രയോഗം. അപ്പൊ അങ്ങനെയുള്ള. അപ്പൊ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ഈ 6 ശ്ലോകം, ഈ 5 ശ്ലോകം, 1ാമത്തെ ശ്ലോകം അദ്ദേഹം പറയുന്ന ചോദ്യമാണ്. ഈ 5 ശ്ലോകത്തിലൂടെ ഒരു സെറ്റ്, അതായത് കൗരവ പക്ഷത്ത് നിന്നുകൊണ്ട് ദുര്യോധനൻ പാണ്ഡവ പക്ഷത്തെ പ്രധാനികളെ അന്ന് ദ്രോണാചാര്യർക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവിടെ ഉദ്ദേശം എന്താണ്? ഉള്ളില് ഭയമുണ്ട്. ദ്രോണാചാര്യർക്ക് എന്തെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ അതിപ്പോഴേ തന്നെ അതല്ല, ആ വെള്ളമൊക്കെ വാങ്ങുക. കാരണം നമുക്ക് ജയിക്കാനുള്ളതാണ്. എല്ലാ സൂര്യവീര്യത്തോടുകൂടി യുദ്ധം ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ദ്രുപദന്റെ കാര്യമൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു. മറ്റവരെയൊക്കെ ശിഷ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ശിഷ്യന്മാരാണ്. ആ ഒരു അനുഭാവമൊന്നും വേണ്ട, യുദ്ധം നമുക്ക് ജയിക്കാനുള്ളതാണ് എന്നുള്ള ഒരു ആ ഗുരുനാഥനോട് വളരെ അതാ പറഞ്ഞ ഒരു നയതന്ത്രം, വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് ഇതെല്ലാം പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ വേറെ ടോണൊന്നും മാറ്റിയിട്ടില്ല. വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ്. അതാണ് എങ്ങനെ പറയാനൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്ന് പറയും. അതാണ് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഈ ഒരു ഭാഗം. അപ്പൊ നമുക്ക് ഈ ഒരു സ്പീഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ 1ാമത്തെ അധ്യായത്തിൽ നമുക്ക് കുറച്ച് ഞാൻ പറയില്ല, ഇതൊരു ഇതിലേക്ക് വരവാണ്. 2 മുതലാണ് നമുക്ക് ശരിക്കും തുടങ്ങുന്നത്. പക്ഷെ എന്നാലും ഒന്നും നമ്മൾ ഹരേ കൃഷ്ണ. ഇന്നത്തെ ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടോ?